Hello students, today we are going to see a new chapter, that is crystals. So crystals എന്നുള്ള ചാപ്റ്ററിൽ we are going to see എങ്ങനെയാണ് ഒരു മെറ്റീരിയൽസിനെ ക്രിസ്റ്റൽസ് ആൻഡ് നോൺ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത്, അതുപോലെ ക്രിസ്റ്റലിൽ നമുക്ക് സിംഗിൾ ക്രിസ്റ്റൽസ് ഉണ്ട്, പോളി ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. ഓക്കെ, so first let's see what you mean by single crystals. സിംഗിൾ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എ ക്രിസ്റ്റൽ there will be a periodic and repeated arrangement of atoms when it will be perfect or extends throughout the entirety of the specimen without interruption. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. there should be a periodic and repeated arrangement of atoms. അങ്ങനെയുള്ള മെറ്റീരിയൽസ്, അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. സിംഗിൾ ക്രിസ്റ്റൽസ് ആണെങ്കിൽ, സിംഗിൾ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ക്രിസ്റ്റൽ തന്നെയായിരിക്കും, ഒരു ക്രിസ്റ്റലിന് വിത്തൗട്ട് എനി ഇൻട്രപ്ഷൻ ആ ഒരു നമ്മൾ കൺസിഡർ ചെയ്യുന്ന സോളിഡിൽ വിത്തൗട്ട് എനി ഇൻട്രപ്ഷൻ ഒരു സിംഗിൾ ക്രിസ്റ്റലായിട്ട് രൂപം കൊണ്ടതാണ്. അതായത് അതിൻ്റെ പീരിയോഡിക് അറേഞ്ച്മെൻറ്റിന് ദർ ഇസ് നോ ഇൻട്രപ്ഷൻ, അതായത് ഒരു സ്ഥലത്ത് ബ്രേക്കായിട്ട് പിന്നെ പുതുതായി തുടങ്ങുന്നതല്ല. അപ്പോൾ അതാണ് സിംഗിൾ ക്രിസ്റ്റൽ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എ ക്രിസ്റ്റലൈൻ സോളിഡ് വെൻ ദ പീരിയോഡിക് ആൻഡ് റിപ്പീറ്റഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ്. അത് നമുക്കറിയാം, എല്ലാ ക്രിസ്റ്റൽസിൻ്റെയും ബേസിക് ഡെഫിനിഷനാണത്. ക്രിസ്റ്റൽ മീൻസ് ദർ ഷുഡ് ബി എ പീരിയോഡിക് ആൻഡ് റിപ്പീറ്റഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ്. അപ്പോൾ അങ്ങനെയുള്ളത് തന്നെ വെൻ ദർ ഇസ് എ പീരിയോഡിക് ആൻഡ് റിപ്പീറ്റഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ആൻഡ് ദാറ്റ് ഇസ് പെർഫെക്റ്റ് ഓർ എക്സ്റ്റെൻഡ് ത്രൂ ഔട്ട് ദി എൻറ്റയറിറ്റി ഓഫ് ദി സ്പെസിമെൻ. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പെസിമെനിൽ മുഴുവനായിട്ടും ഈ ഒരേപോലത്തെ പീരിയോഡിക് ആൻഡ് റിപ്പീറ്റഡ് അറേഞ്ച്മെൻ്റ് ഉണ്ട് വിത്തൗട്ട് എനി ഇൻട്രപ്ഷൻ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിൻറ്റ്, വിത്തൗട്ട് എനി ഇൻട്രപ്ഷൻ. അതായത് ഒരു സ്ഥലത്തും നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സ്പെസിമെനിൽ ഒരു സ്ഥലത്തും ഈ പീരിയോഡിസിറ്റി ബ്രേക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സിംഗിൾ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ യൂണിറ്റ് സെൽസ് ഇന്റർലോക്ക് ഇൻ ദ സെയിം വേ ആൻഡ് ഹാവ് ദ സെയിം ഓറിയൻറ്റേഷൻ. എല്ലാ യൂണിറ്റ് സെൽസും കണക്റ്റഡ് ആയിരിക്കും ആൻഡ് വിൽ ഹാവ് സെയിം ഓറിയൻറ്റേഷൻ. സിംഗിൾ ക്രിസ്റ്റൽസ് എക്സിസ്റ്റ് ഇൻ നേച്ചർ ബട്ട് ദേ മേ ഓൾസോ ബി പ്രൊഡ്യൂസ്ഡ് ആർട്ടിഫിഷ്യലി. സിംഗിൾ ക്രിസ്റ്റൽസ് നാച്ചുറലി ഉണ്ടാകും, പക്ഷേ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ദേ ആർ ഓർഡിനറി ഡിഫിക്കൽട്ട് ടു ഗ്രോ ബിക്കോസ് ദ എൻവയൺമെൻറ്റ് മസ്റ്റ് ബി കെയർഫുള്ളി കൺട്രോൾ. അപ്പോൾ സിംഗിൾ ക്രിസ്റ്റൽ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു സ്പെസിമെൻ ഇറ്റ് വിൽ റിസംബിൾ എ യൂണിറ്റ് സെൽ. അപ്പോൾ അതാണ് ഒരു സിംഗിൾ ക്രിസ്റ്റൽ, ഇറ്റ് വിൽ ബി വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്പെസിമെനെയാണ് നമ്മൾ സിംഗിൾ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കുക, there will be periodic and repeated arrangement of atoms throughout the entirety of the specimen. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പെസിമെനിൽ മുഴുവനായിട്ട് അങ്ങനെ ഉണ്ടാവും, ഒരു സ്ഥലത്ത് ഇൻട്രപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയലിന് സിംഗിൾ ക്രിസ്റ്റൽസ് എന്ന് പറയും. ഓക്കെ, നൗ വി വിൽ സീ വാട്ട് ഈസ് പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സിംഗിൾ ക്രിസ്റ്റലും പോളിക്രിസ്റ്റലും. അന്ന് ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്താണ് എന്താണ് സിംഗിൾ ക്രിസ്റ്റൽ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ക്രിസ്റ്റൽസ്, പക്ഷേ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് അങ്ങനെയാണ് അതിൽ. അപ്പോൾ അതിൽ ഒരു ക്രിസ്റ്റലല്ല ഉണ്ടാവുക, ഒരുപാട് കുഞ്ഞു കുഞ്ഞു ക്രിസ്റ്റലിൻ്റെ ഒരു ഗ്രൂപ്പായിരിക്കും. സോ മോസ്റ്റ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ കമ്പോസ്ഡ് ഓഫ് എ കളക്ഷൻ ഓഫ് മെനി സ്മോൾ ക്രിസ്റ്റൽസ്. അപ്പോൾ ആ സ്മോൾ ക്രിസ്റ്റൽസിനെ നമ്മൾ പറയുന്ന വേറൊരു പേരുണ്ട് ഗ്രെയിൻസ്. ഇത് ഓർക്കുക, ഗ്രെയിൻ എന്നുള്ള പേര് ഓർക്കുക. ഗ്രെയിൻസ് മീൻസ് സ്മോൾ ക്രിസ്റ്റൽസ്. സച്ച് മെറ്റീരിയൽസ് ആർ ടേംഡ് പോളിക്രിസ്റ്റലൈൻ. അപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസിൽ തന്നെ അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ദർ വിൽ ബി പീരിയോഡിസിറ്റി ഓഫ് ആറ്റംസ് ഒക്കെ ഉണ്ടാകും, ബട്ട് ദ ഓറിയൻറ്റേഷൻ ദാറ്റ് വിൽ ബി ബ്രോക്കൺ ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഇവിടെ നോക്കുക, ഇനീഷ്യലി ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനീഷ്യലി സ്മോൾ ക്രിസ്റ്റൽസ് ഓർ ന്യൂക്ലിയർ ഫോം അറ്റ് വേരിയസ് പൊസിഷൻസ്. അപ്പോൾ ആദ്യം തന്നെ ഇതിങ്ങനെ ഓരോ കുഞ്ഞു ക്രിസ്റ്റൽസ് ഫോം ചെയ്യും.
ആൻഡ് ദീസ് ഹാവ് റാൻഡം ക്രിസ്റ്റലോഗ്രാഫിക് ഓറിയൻറ്റേഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും അറ്റോമിക് ഓറിയൻറ്റേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, the small grains grow by the successive addition of the surrounding liquid of atoms to the structure of each. The extremities of adjacent grains impinge on one another as the solidification process approaches completion. As indicated in figure, the crystallographic orientation varies from grain to grain. Also, there exists some atomic mismatch within the region where two grains meet. This area is called grain boundary. ഇവിടെ നമുക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞു ഗ്രെയിൻസ്, ഓരോരോ കുഞ്ഞു കുഞ്ഞു ക്രിസ്റ്റൽസ് ഇവിടെ ഫോം ചെയ്യാണ്. അപ്പോൾ ഈ ഓരോ കുഞ്ഞു ക്രിസ്റ്റലിൻ്റെയും ഓറിയൻറ്റേഷൻ, ക്രിസ്റ്റോഗ്രാഫിക് ഓറിയൻറ്റേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ദി വേ ഇറ്റ് ഗ്രോസ്. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിലായിരിക്കും ഗ്രോ ചെയ്യുക. അതായത് ഇതിൻ്റെ മെലിങ്ങനെ ഇങ്ങനെ ഈ ഡയറക്ഷൻ കുറേ ആറ്റംസ് യൂണിറ്റ് സെൽസ് അറേഞ്ച് ആവുന്നു, ഇവിടെ ഈ ഡയറക്ഷനിൽ അങ്ങനെ. പിന്നെ ഇതിന് വേറൊരു രീതിയായിരിക്കും. ഇതിന് ഇത് കണ്ടോ, കോർണർ ടു കോർണറാണ് ഇതിൽ വരുന്നത്, ഇത് സൈഡ് ടു സൈഡാണ് അറ്റാച്ച് ആവുന്നത്. അപ്പോൾ അങ്ങനെ പല രീതിയിലായിരിക്കും പല കുഞ്ഞു കുഞ്ഞു ക്രിസ്റ്റൽസും. അപ്പോൾ ഇങ്ങനെ ഗ്രോ ചെയ്ത് ഇത് ഒന്നിച്ചെത്തും. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതാണ് എൻ്റെ അവസാനത്തെ രൂപം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതിൻ്റെ ഈ ഇതിനൊരു സെറ്റിൽ നമുക്കൊരു ഗ്രെയിനായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ അല്ല ഇവിടെ ഉള്ളതിൻ്റെ ഓറിയൻറ്റേഷൻ. ഓക്കെ, ബട്ട് ദീസ് ആർ സെയിം മെറ്റീരിയൽസ് ആണ്. ഇതിന് ഓരോ കുഞ്ഞു ഗ്രെയിൻസിനും ഒരു പീരിയോഡിക് അറേഞ്ച്മെൻ്റ് ഉണ്ട്. ബട്ട് ഈ ഒരു സ്പെസിമെൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദിസ് പീരിയോഡിക് അറേഞ്ച്മെൻറ്റ് ഡസ് നോട്ട് ലാസ്റ്റ് ഫോർ ദി എൻറ്ററിറ്റി ഓഫ് ദി സ്പെസിമെൻ. ഒരു സ്പെസിമെനിൽ മൊത്തമായിട്ട് ഇങ്ങനെയല്ല, ഒരേ രീതിയിലല്ല. ഓരോ സ്ഥലത്തും ഇത് ബ്രേക്കായി പോകുന്നുണ്ട്. ഇവിടെ വരെ ഇതിപ്പോൾ ഈ ഗ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥലം വരെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ബ്രേക്കാണ്, പിന്നെ പുതിയ ക്രിസ്റ്റലാണ് തുടങ്ങുന്നത്, പുതിയ കുഞ്ഞ് ക്രിസ്റ്റൽ, അത് പുതിയ ഗ്രെയിൻ തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ polycrystalline materials ആണ്. polycrystalline എന്ന് പറഞ്ഞാൽ there are many small crystals. ഓക്കെ, മെനി സ്മോൾ ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ ആ സ്മോൾ ക്രിസ്റ്റലിനെ പറയുന്ന ഗ്രെയിൻസ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയലിനാണ്, അങ്ങനത്തെ ഒരുപാട് കുഞ്ഞു ക്രിസ്റ്റൽസ് ചേർന്നിട്ടുള്ള മെറ്റീരിയലിനാണ് പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്രിസ്റ്റലൈൻ സോളിഡ്സ് എല്ലാം ഇങ്ങനെയായിരിക്കും. സിംഗിൾ ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിലെങ്ങനെയായിരിക്കും, ഈ ഒറ്റ സാധനം ഉണ്ടാവുള്ളൂ, ഒരൊറ്റ ഓറിയൻറ്റേഷൻ, ഒരൊറ്റൊരു സാധനം ത്രൂ ഔട്ട് ദ ക്രിസ്റ്റൽ ഇത് തന്നെ. ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ബ്രേക്ക് ചെയ്യൊന്നുമില്ല, ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോലെ ഒരു സാധനം തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരുന്നത്, നിങ്ങളെ ഒരേപോലെ ആയിരിക്കും അതിൻ്റെ എല്ലാ. ഇതിൻ്റെ ഒരു പീസ് എന്ന് പറയുന്നത് നിങ്ങളെ ക്രിസ്റ്റൽ സിസ്റ്റത്തിലുള്ള 7 ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ടല്ലോ, ക്യൂബിക് ടെട്രഗണൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഷേപ്പ് ഇത് റിസംബിൾ ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഓരോ കുഞ്ഞു ക്രിസ്റ്റൽസിനും ഓരോരോ ഓറിയൻറ്റേഷൻ ആയിരിക്കും. സോ നമുക്കിതൊരു ഒരു പ്രത്യേക ഷേപ്പൊന്നും നമുക്കിതിന് കാണാൻ പറ്റില്ല. ഇതൊരു സാധാരണ ഒരു സോളിഡ് പോലെ കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഉപ്പൊക്കെ പോലെ, ഉപ്പ് എന്ന് പറയുന്നത് റോക്ക് സാൾട്ട് എന്താണ് ഒരു പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയലാണ്. അപ്പോൾ അതിൽ നമുക്കൊരു പ്രത്യേക ഷേപ്പൊന്നും അതിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഓരോ കുഞ്ഞു ക്രിസ്റ്റൽസ്, പക്ഷേ ദേ ആർ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ. ഓരോരോ കുഞ്ഞു ക്രിസ്റ്റൽസ് ആയിരിക്കും. ഈ കുഞ്ഞു ക്രിസ്റ്റലിൻ്റെ പേരാണ് ഗ്രെയിൻ. അപ്പോൾ ഇവിടെ നോക്കുക, ഓരോ ഗ്രെയിനും ഒരു പ്രത്യേക ഓറിയൻറ്റേഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്, ഒരു സെപ്പറേഷൻ ഉണ്ട്. ദ ഓറിയൻറ്റേഷനിൽ പീരിയോഡിസിറ്റി ചേഞ്ചസ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ 2 ഗ്രെയിൻസ് മീറ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തിന് പറയുന്ന പേരാണ് ഗ്രെയിൻ ബൗണ്ടറി. അപ്പോൾ ഗ്രെയിൻ എന്താണ്, ഗ്രെയിൻ ബൗണ്ടറി എന്താണെന്ന് നമുക്കിപ്പം ക്ലിയർ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ഗ്രെയിൻ. ഈ വര കാണിച്ചിരിക്കുന്നതാണ് ഗ്രെയിൻ ബൗണ്ടറി. 2 ഗ്രെയിൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന റീജിയനാണ് ഗ്രെയിൻ ബൗണ്ടറി. ഓക്കെ, ഈ വരകൾ, ഇത് ഗ്രെയിൻ, ഇത് ഗ്രെയിൻ ബൗണ്ടറി. ഓക്കെ, so the crystallographic orientation varies from grain to grain, and there exists some atomic mismatch within each grain within the region where 2 grains meet. അപ്പോൾ ഇവിടെ crystallographic mismatch ഉണ്ടാവും, അറ്റോമിക് ഓറിയൻറ്റേഷൻ മിസ്മാച്ച് ഉണ്ടാവും. ഇവിടെ ഈ ഗ്രെയിനിലുള്ള ആറ്റത്തിൻ്റെ ഓറിയൻറ്റേഷനെല്ലാം ഇവിടെ ഉണ്ടാവാം. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്ന പോയിൻ്റാണ് ഗ്രെയിൻ ബൗണ്ടറി. ഓക്കെ, so this is all about polycrystalline material. So you should be knowing what is a polycrystalline material, what are grains, and what are grain bound. Okay, now we will move on to metallic crystal structures.
crystal structures and atomic bonding in this group of materials is metallic and thus non-directional in nature. അപ്പോൾ ഇവിടെ മെറ്റാലിക് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിൽ അറ്റോമിക് ബോണ്ടിങ് എന്ന് പറയുന്നത് മെറ്റാലിക് ബോണ്ടിങ് ഒക്കെ ആയിരിക്കും, അത് നോൺ ഡയറക്ഷനിലായിരിക്കും. And there will be minimal restrictions as to the number and position of the nearest neighbor in atoms. This leads to a relatively large number of nearest neighbors and dense atomic packings for most metallic crystal structures. So metallic crystal structures in the density of packing ഒക്കെയാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. Three relatively simple crystal structures are found for most of the common metals. മെറ്റൽസിന് സാധാരണ എക്സിബിറ്റ് ചെയ്യുന്ന 3 സിമ്പിൾ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ആണ്. നമ്മളത് 3 മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഇപ്പം. ദേ ആർ ഫേസ് സെൻറ്റേഡ് ക്യൂബിക്, ബോഡി സെൻറ്റേഡ് ക്യൂബിക് ആൻഡ് ഹെക്സാഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ 3 നമ്മൾ നോക്കും. FCC ഫേസ് സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചർ, BCC അതായത് ബോഡി സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചർ ആൻഡ് HCP ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ. ഈ 3 സാധാരണ മെറ്റൽസ് എക്സിബിറ്റ് ചെയ്യുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്. മെറ്റലിക് ബോണ്ടിങ് നോൺ ഡയറക്ഷനിലാണ്. സോ ഇറ്റ് അലൗസ് മോർ നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബർ ആറ്റംസ് ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ഡെൻസ് അറ്റോമിക് പാക്കിംഗ്. അപ്പോൾ അങ്ങനെ ഡെൻസ് അറ്റോമിക് പാക്കിംഗ് എക്സിബിറ്റ് ചെയ്യുന്ന യൂണിറ്റ് സെൽസ് ആണ് ഈ 3. അപ്പോൾ ഈ 3 നമ്മളിപ്പം കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് യു സീ ദ ഫേസ് സെൻറ്റേഡ് ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ. So face centered cubic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the crystal structure found for many metals has a unit cell of cubic geometry with atoms located each of the corners. അപ്പോൾ ഇവിടെ face centered cubic എന്ന് പറഞ്ഞാൽ the atoms will be there will be a cube and the atoms are located at each of the corner of the cube and also on the face centers, center of 6 faces. ഒരു ക്യൂബിന് 6 ഫേസസ് ഉണ്ടാവും. ആ ഫേസസിൻ്റെ സെൻറ്ററിൽ ഒരു ആറ്റംസ് ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഫേസ് സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചർ. ഇനി ഇത് എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റൽസ് ആണ്. ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റൽസ് ആണ് കോപ്പർ, അലുമിനിയം, സിൽവർ, ഗോൾഡ് ഒക്കെ. അപ്പോൾ കോപ്പർ, അലുമിനിയം, സിൽവർ, ഗോൾഡിനൊക്കെ ഉള്ള ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫേസ് സെൻറ്റേഡ് ക്യൂബിക് ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും അതിൽ ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഉണ്ടാകുക. അപ്പോൾ ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ കോർണറിൽ യു ഹാവ് ആറ്റംസ്, 8 ആറ്റംസ് ഉണ്ടാവും 8 കോർണേഴ്സിൽ. ആൻഡ് ദർ വിൽ ബി ആറ്റംസ് ഓൺ ദി സെൻറ്റർ ഓഫ് ഈച്ച് ഫേസസ്. ദർ ആർ 6 ഫേസസ് ആൻഡ് ദർ വിൽ ബി 6 ആറ്റംസ് ഓൺ ദി 6 ഫേസസ്. ഓക്കെ, നൗ വി വിൽ സീ ദ യൂണിറ്റ് സെൽ വോളിയം ഓഫ് എ FCC യൂണിറ്റ് സെൽ. ഇപ്പോൾ യൂണിറ്റ് സെൽ വോളിയം കാണാൻ ഇവിടെ ഇതിന് നമുക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു കാൽക്കുലേഷനിൽ. സോ ദിസ് ഈസ് എ യൂണിറ്റ് സെൽ. ഇവിടെ നമ്മൾ ഒരു കോർണറിൽ ആറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. കോർണർ ആറ്റംസ് ഉണ്ട്. ദർ ഇസ് എ ആറ്റം അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ഫേസ്. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് യൂണിറ്റ് സെല്ലിൻ്റെ യൂണിറ്റ് സെൽ പാരാമീറ്റർ ആണ്. യൂണിറ്റ് സെൽ പാരാമീറ്റർ A എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് എ ക്യൂബിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് ആണ് A എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ഈ ആറ്റത്തിൻ്റെ ഹാഫാണ്, ഈ ആറ്റത്തിൻ്റെ റേഡിയസ് ആണ് ഇത്രയും ഡിസ്റ്റൻസ്. സോ ദിസ് വിൽ ബി R. ഈ ഡിസ്റ്റൻസ് R ആയിരിക്കും. ഇവിടെ ഇതിൻ്റെ ഒരു ഫുൾ സർക്കിൾ ഉണ്ട്. സോ ദിസ് ടോട്ടൽ വിൽ ബി 2R. ഇവിടെ അതേപോലെ R. അപ്പോൾ ഇതാകെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു R, ഇവിടെ 2R പ്ലസ് R. അപ്പോൾ എന്ത് വരും? R പ്ലസ് 2R പ്ലസ് R, ഇറ്റ് വിൽ ബി 4R. ഓക്കെ, സോ 4R ആയിരിക്കും ഈ ഒരു ലെങ്ത് ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ഇവിടുത്തെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. സോ ബൈ പൈത്തഗോറസ് തിയറം ദിസ് വിൽ ബി ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ വിൽ ബി ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. സോ A സ്ക്വയർ പ്ലസ് A സ്ക്വയർ ഇസ് ഈക്വൽ ടു 4R സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ദ ലാറ്റിസ് സെൽ പാരാമീറ്റർ A ഇസ് ഈക്വൽ ടു 2√2R എന്ന് കിട്ടും. 2√2R എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി ആറ്റം. ഓക്കെ, 2√2R ആയിരിക്കും. ഇനി ഇതിൻ്റെ യൂണിറ്റ് സെൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് സെല്ലിൻ്റെ ഒരു സെല്ലിൻ്റെ സൈഡിലെ ലെങ്ത് A ആണെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി ക്യൂബ് ഇസ് A ക്യൂബ് അല്ലേ? A ആണ് അതിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് A ക്യൂബ് ആയിരിക്കും.
അപ്പം നമുക്ക് എ എന്താണെന്ന് കിട്ടി, A2R√2. അതിൻ്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ടേൺസ് ഔട്ട് ടു ബി 16R³ √2. സോ FCC യൂണിറ്റ് സെൽ ഹാസ് എ വോളിയം ഓഫ് 16R³√2. ഓക്കെ, ഇനി ഈ റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് കോർഡിനേഷൻ നമ്പറാണ്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് ഫോർ FCC ക്രിസ്റ്റൽ സ്ട്രക്ചർ, കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നിയറസ്റ്റ് നൈബേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പം നോക്കാം, കോർഡിനേഷൻ നമ്പർ ഫോർ FCC ക്രിസ്റ്റൽ സ്ട്രക്ചർ, ഈച്ച് കോർണർ ആറ്റം ഈസ് ഷെയറിങ് എമംഗ് 8 യൂണിറ്റ് സെൽ അല്ലേ. ഓരോ കോർണർ ആറ്റം, ഈ കോർണർ ആറ്റം 8 യൂണിറ്റ് സെല്ലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫ്രണ്ടിലൊന്ന്, ഇവിടെ മേലെ ഒന്ന്, ഇവിടെ സൈഡിൽ, അങ്ങനെ. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ തന്നെ 1 2 3 4 ഇവിടെ വരും. അതേപോലെ മേലെയും ഉണ്ടാകും. അപ്പോൾ 4 ഒരു പ്ലെയിനിൽ, ഇതിന് മേലെ 4 വരും. സോ 8 യൂണിറ്റ് സെൽസ് ആയിട്ട് ഒരു ആറ്റം, ഒരു കോർണർ ആറ്റം ഷെയർ ചെയ്യുന്നുണ്ടാകും. വേറെ ഫേസ് സെൻറ്റേഴ്സ് സെൽ എത്ര എണ്ണമായിട്ടായിരിക്കും? ഇവിടെ ഒന്ന് വന്നാൽ ഇതിൻ്റെ ഫ്രണ്ടിലൊന്ന് അല്ലേ, ഇവിടെ ഉള്ളതിൻ്റെ ഇവിടെ ഈ സൈഡിലൊന്ന്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് സെല്ലും ഇവിടെ ഉള്ളത്. സോ ഇറ്റ് വിൽ ഹാവ് ഓൺലി ടു യൂണിറ്റ് സെൽസ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഫേസ് ആറ്റംസ്. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കുക. കോർണർ ആറ്റംസിൽ നോക്കുക, ഇവിടെ ഫ്രണ്ടിലൊന്ന്, ഇവിടെ ഈ ഒരു സൈഡിൽ ഈ ഫ്രണ്ടിലൊന്ന്, പിന്നെ ഈ സൈഡിൽ ഈ ഫ്രണ്ടിലൊന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഇതിൻ്റെ ബാക്ക് ഇവിടെ ഒന്ന് ഉണ്ടാവും. അപ്പം ഇവിടെ ഒന്ന്, ഇതിന് ബാക്കിൽ 4 ഈ ഒരു സ്പേസ്, ഈ കോർണറായിട്ട് ടച്ച് ചെയ്തിട്ട് 4 യൂണിറ്റ് സെൽ ഉണ്ടാകും. ഇവിടെ ഒന്ന് ഫ്രണ്ടിൽ 2. അതേപോലെ മേലെയും, ഇതിൻ്റെ മേലെയും വെക്കുക 4. അപ്പോൾ ആ 4 ചേർന്നാൽ മാത്രമേ ഉള്ളൂ എന്തുണ്ടാവുള്ളൂ, ഇവിടെ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ, ഒരു ആറ്റം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 8 ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ ഫേസ് സെൻറ്റേർഡ് 2 ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ പിന്നെന്താണ്, അപ്പോൾ 2 ഷെയർ ചെയ്യുന്നുണ്ട്. Therefore 1/8 of each of the 8 corner atoms and 1/2 of each of the 6 face atoms. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അങ്ങനെയാകുമ്പം എത്ര ആറ്റംസ് ഉണ്ട്? 1/8 × 8 അല്ലേ, 8 8 കോർണറിൽ 8 ആറ്റംസ് ഉണ്ട്. അപ്പോൾ 8 × ഒരു ആറ്റത്ത് ഇവിടുത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 1/8 ആണ്. നമ്മൾ പറയുന്നത് 8 ഷെയർ ചെയ്യുന്നുണ്ട്. സോ 8 × 1/8 ആയിരിക്കും ഈ ടോട്ടൽ യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ആറ്റത്തിൻ്റെ എണ്ണം. പ്ലസ് എത്രയാണ്? ഇവിടെ ഹാഫാണ് അല്ലേ, ഹാഫ് ആയിട്ടുള്ള ആറ്റംസ് എത്ര എണ്ണം ഉണ്ട്? 6 ഉണ്ട്. സോ 6 + 6 × 1/2. അപ്പോൾ എന്താ വരിക? 8 × 1/8 എന്ന് പറഞ്ഞാൽ 1, 6 × 1/2 എന്ന് പറഞ്ഞാൽ 3. 3 + 1 4 ആറ്റംസ് ആണ് യൂണിറ്റ് സെല്ലിന് ഉണ്ടാവുക. ഓക്കെ, അതാണ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി യൂണിറ്റ് സെൽ. 4 ആറ്റംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ടോട്ടൽ ഓഫ് 4 ആറ്റംസ് ഉണ്ടാകും ഒരു യൂണിറ്റ് സെല്ലിന്. അതായത് ഓരോ കോർണറിലെ ആറ്റംസും 1/8 കോൺട്രിബ്യൂഷനേ ഉള്ളൂ. 1/8 കോൺട്രിബ്യൂഷനുള്ള 8 ആറ്റംസും ഹാഫ് കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള 6 ആറ്റംസും. അപ്പോൾ അതിൽ 3 + 1 വരും, ദാറ്റ് ഇസ് 4. ഓക്കെ, ഇനി ഫോർ മെറ്റൽസ് ഈച്ച് ആറ്റംസ് ഹാസ് സെയിം നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബർ ഓർ ടച്ചിങ് ആറ്റംസ് വിച്ച് ഈസ് ദി കോർഡിനേഷൻ നമ്പർ. എത്ര നിയറസ്റ്റ് നമ്പേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു, എത്ര നിയറസ്റ്റ് നമ്പേഴ്സ് ഉണ്ടെന്നുള്ളതാണ് അതിൽ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്സിന് ഇത് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. ഫ്രണ്ട് ഫേസ് ഹാസ് അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. 12 ആണ് നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് ഫേസ് ആറ്റം ഹാസ് 4 കോർണർ ആറ്റംസ് നിയറസ്റ്റ് നമ്പർ. ഇതിന് നമുക്ക് 4 അല്ലേ ഇവിടെ കോർണർ ആറ്റംസ്, 4 കോർണർ ആറ്റംസ് ആണ് ഇതിന് നിയറസ്റ്റ് neighbors surrounding it. 4 face atoms that are in contact from behind and 4 other equivalent face atoms residing in the next unit cell to the front. ഇവിടെ ഈ ഒരേ ഈ തൊട്ടും കൊണ്ട് 4 പിന്നെ എന്താണ് ഇത് ബാക്കിൽ ഇവിടെ 4 1 2
ഈ സൈഡിൽ 3 4. അപ്പോൾ അങ്ങനെ 4 4 8 എണ്ണം. അതേപോലെ ഫ്രണ്ടിൽ 4 എണ്ണം ഉണ്ടാവും. അപ്പോൾ എങ്ങനെ എത്രയാണ് 12 എണ്ണം വരും. ഓക്കെ, അപ്പോൾ 12 എണ്ണം അങ്ങനെയാണ് വരുന്നത്. Front face atom has 4 corner nearest neighbor atoms surrounding it, 4 face atoms that are in contact from behind, and 4 other equivalent face atoms residing in the next unit cell to the front. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള 4 ആറ്റം, അതുപോലെ ഇതിപ്പം ഈ യൂണിറ്റ് സെല്ലിലെ ബാക്കിൽ 4 ആറ്റംസ് ഉണ്ട്. അതേപോലെ ഫ്രണ്ടിൽ വരുന്ന യൂണിറ്റ് സെല്ലിൽ നിന്നുള്ള ഫേസ് ആറ്റംസ് അതും നിയറസ്റ്റ് നമ്പേഴ്സ് ആയിരിക്കും, നിയറസ്റ്റ് നൈബേഴ്സ് ആയിരിക്കും. അപ്പോൾ 4 എണ്ണം ഈ മുമ്പിൽ വരുന്ന യൂണിറ്റ് സെല്ലിൽ നിന്ന് ഈ 4 കോർണർ ആറ്റംസ്, പിന്നെ ഇവിടെ ഇതിൻ്റെ പിറകിലുള്ള 4 ഫേസ് ആറ്റംസ്. അപ്പോൾ 4 ഫേസ് ആറ്റംസ് ബാക്കിൽ, 4 ഫേസ് ആറ്റംസ് ഫ്രണ്ടിൽ, സൈഡിൽ കോർണർ ആയിട്ടുള്ള 4 എണ്ണം. അങ്ങനെയാണ് 12 കോർഡിനേഷൻ നമ്പർ വരുന്നത്. ഓക്കെ, ഇമാജിൻ ചെയ്ത് നോക്കാം, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. ഇനി ഇതിന് നമുക്ക് പാക്കിംഗ് ഫാക്ടർ കാണണം, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു കോൺസെപ്റ്റാണ് ഫോർ യൂണിറ്റ് ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഇസ് എന്താണ്, ഇസ് ദ വോളിയം ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ ഡിവൈഡ് ബൈ ടോട്ടൽ യൂണിറ്റ് സെൽ വോളിയം. അതാണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സ്പിയർ വോളിയംസ്, വോളിയം ഓഫ് ആറ്റംസ് ഇൻ ദി യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് ഉണ്ട് അതിൻ്റെ വോളിയം, അതിൻ്റെ സം ഓഫ് ദി സ്പിയർ വോളിയംസ് ഓഫ് ഓൾ ആറ്റംസ് വിത്തിൻ ദി യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റം ഉണ്ടോ ആറ്റത്തിൻ്റെ എല്ലാം കൂടെ വോളിയം ആഡ് ചെയ്യാം, ഡിവൈഡ് ബൈ ദ യൂണിറ്റ് സെൽ വോളിയം. യൂണിറ്റ് സെല്ലിന് ആകെ എത്ര വോളിയം ഉണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ഐ തിങ്ക് യു ഹാവ് സ്റ്റഡീഡ് ദിസ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. അത് നിങ്ങൾ പഠിക്കുക, അത് ഇതിലും ആവശ്യമുണ്ടാവും. ചെയ്യാൻ നിങ്ങൾ അത് നോക്കാം. അപ്പോൾ അത് ഇതിലും യൂസ്ഫുൾ, ഇതിലും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനേ ഉള്ളൂ. വോളിയം ഓഫ് ആറ്റംസ് ഇൻ ദി യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ 4/3 πr³ ചെയ്യുക. നമ്പർ ഓഫ് ആറ്റംസ് 4 ആണ്, അപ്പോൾ 4 × 4/3 πr³. പിന്നെ അതുപോലെ ഇവിടെ ടോട്ടൽ യൂണിറ്റ് സെൽ വോളിയം എന്ന് പറഞ്ഞാൽ A³ നമ്മൾ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 16 r³√2. അപ്പോൾ അത് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.74, വിച്ച് ഈസ് ദ മാക്സിമം പാക്കിംഗ് പോസിബിൾ ഫോർ സ്പിയേഴ്സ് ഓൾ ഹാവിങ് ദ സെയിം ഡയമീറ്റർ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന പാക്കിംഗ് ഫാക്ടർ ഫോർ എ FCC യൂണിറ്റ് സെൽ. FCC യൂണിറ്റ് സെല്ലിൻ്റെ പാക്കിംഗ് ഫാക്ടറാണിത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മാത്തമാറ്റിക്കലി ചെയ്തിട്ട് ഈ വാല്യൂ കിട്ടും, അത് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇതാണിത് ചെയ്ത് നോക്കിയതാണിത്. എന്താ നമ്മൾ പറഞ്ഞു, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ 4 ആറ്റംസ് ഉണ്ട് × 4/3 πr³ ചെയ്തു. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് ഇതിൻ്റെ യൂണിറ്റ് സെൽ വോളിയം. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുക, യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.74. ഓക്കെ, ഇനി നെക്സ്റ്റ് you have to see the body centered cubic crystal structure. Okay, that we will see in the next video.